Don't miss this video if you have got long transit hours. നിങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഖത്തർ വഴിയാണോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തോളൂ. ഖത്തറിലെ ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡിസ്കവർ ഖത്തർ എന്ന ഒരു പോളിസി വഴി നമുക്ക് ട്രാൻസിറ്റ് ടൂർസ് ഖത്തറിലെ എയർപോർട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാസ്പോർട്ടിനനുസരിച്ച് നമുക്ക് വിസ വേണോ വേണ്ടെന്നുള്ള അവർ അവിടെ എൻക്വയറി ചെയ്താൽ പറഞ്ഞു തരും. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിസ എടുക്കേണ്ടി വന്നു, പ്ലസ് ടൂറിന്റെ ഫീയും രണ്ടിനും കൂടെ ഒരു 60 പൗണ്ട് ആയുള്ളൂ. 3 hour ട്രാൻസിറ്റ് ടൂറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ആ പ്രോസസ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു കാർഡ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് പറഞ്ഞ റിപ്പോർട്ടിംഗ് ടൈമിൽ നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. ദെൻ അവർ നമ്മൾ തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സിന് കൊണ്ടുപോകും. ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടീമാണ് നമ്മളെ ബസ്സിൽ ടൂർ കൊണ്ടുവന്നത്. ആ ജേർണിയിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ദോഹയിൽ എങ്ങനെയാണ്, ദോഹയുടെ ചരിത്രവും കാര്യങ്ങളും, പ്ലസ് പോകുന്ന വഴിക്ക് ടൂറിസ്റ്റ് സ്പോട്സുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പറഞ്ഞു തരും. ടൈം നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 6 to 9 ആണ് ചൂസ് ചെയ്തത്. എൻ്റെ ലേ ഓവർ 12 hours ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഡേ ആൻഡ് നൈറ്റ് വൈബ് കിട്ടാനാണ് ഞാൻ ടൈം ചൂസ് ചെയ്തത്. ഇതാണ് ദോഹ ബേ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇവിടെ നല്ല കാറ്റും ഒട്ടും ചൂടുണ്ടായിരുന്നില്ല ആ സമയത്ത്. നമ്മുടെ ന്യൂയോർക്ക് അല്ലെങ്കിൽ ഹോങ്കോങ് സിറ്റി കാണുന്ന ഒരു വൈബായിരുന്നു അവിടെ പോയപ്പോൾ. ദോഹ ബേയുടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ പേളിൻ്റെ ഒരു മോണുമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറൊക്കെ പോലെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സിറ്റിയിൽ കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ നോക്കി പാമിൻ്റെ ലീവ്സ് വെച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് നല്ല ഭംഗിയിരുന്നു കാണാൻ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈം അവർ തരും കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയത് കഥാര വില്ലേജിലേക്കാണ്. ഇത് അവിടുത്തെ ഒരു പള്ളിയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, എന്നാലും ഞാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാണ് പിജൻ ഹൗസ്. ഇത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു ഹൗസാണ് പിജൻസിന് വേണ്ടി. പണ്ട് കാലത്ത് ഇതിന്റെ കാഷ്ടൊക്കെയാണ് അവർ ഫാമിങ്ങിന് യൂസ് ചെയ്തത്. ഇതാണ് അവിടുത്തെ ദോഹയിലെ ഒരു ഹൈ സ്ട്രീറ്റ്. കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ സോളോ ട്രിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ കൂടെ പോയില്ലെങ്കിൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരാൻ ബുദ്ധിമുട്ടാവും. എയർപോർട്ടിൽ കറക്റ്റ് ടൈമിലൊക്കെ എത്താൻ ബുദ്ധിമുട്ടാവുന്നുള്ളത് ഞാൻ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് നടന്നത്. അത് മര്യാദയ്ക്ക് പറയും, നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ടിട്ട് പോകുന്ന രീതിയിൽ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അവരുടെ ട്രിപ്പിന്. ഒപ്പം ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, സോളോ ട്രിപ്പ് കളിക്കുന്നവർ സൂക്ഷിക്കുക. ഇതാണ് അവിടുത്തെ ഹൈ സ്ട്രീറ്റ്. ഹൈ റെസ്റ്റോറൻസും ഹൈ ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ ഉള്ള ഹൈ സ്ട്രീറ്റ് ആണ്. ഒരു കാര്യം എടുത്ത് പറയുന്നതാണ് അവിടുത്തെ നീറ്റ്നെസ്. അവർ കൺസ്ട്രക്ഷൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അത് മാത്രമല്ല നല്ല അവരുടെ മെയിൻ ഏരിയാസിലൊക്കെ ഉള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് പോയത് നമുക്ക് സൂക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ദോഹയുടെ മെയിൻ മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് സോവനിയേഴ്സ് ഒക്കെ വാങ്ങാനുള്ള ടൈം ഇവിടെ ഏകദേശം ഒരു 45 മിനിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ബിക്കോസ് ഞാൻ അറബീസിനും ഷെയ്ക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അവരെയൊക്കെ കണ്ടപ്പോൾ. അത് മാത്രമല്ല ഇവിടെ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ പോയപ്പോൾ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഏകദേശം നല്ല അഫോർഡബിൾ റേറ്റിലാണ് അവരെല്ലാം വെച്ചിരിക്കുന്നത്. ഈ മുന്നിൽ നടക്കുന്ന മനുഷ്യനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടൂർ ഗൈഡ്. ആളെന്നെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. മിസ് ആവേണ്ട വെച്ചിട്ട്. ആളെടുത്ത് അടിപൊളി ഷവർമ ആൻഡ് കുനാഫ സ്പോട്ടുകളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ആ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊരു അറബിക് മൂവി കണ്ട ഒരു ഫീലായിരുന്നു എനിക്ക്. പണ്ടത്തെ പേർഷ്യൻ, അതായത് അലൗദീൻ്റെ ഒക്കെ മൂവീസിൽ നമ്മളിങ്ങനെ കാണില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് ഒരു ഷവർമയുടെ മെയിൻ സ്പോട്ടായിട്ട് പറഞ്ഞു തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മാർക്കറ്റ് വിസിറ്റ് കഴിഞ്ഞതോടെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തായ്ലൻഡ് പോയാൽ ഞാൻ എനിക്ക് ഖത്തറും കൂടെ കാണാൻ പറ്റി. അൺഎക്സ്പെക്ടഡ് ജോയ് ഓഫ് ലൈഫ്. എന്തായാലേ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ.